ഒരു തണുത്ത ഡൽഹി രാവ്. നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന് സങ്കൽപ്പിക്കൂ. ജയിലിന് തൊട്ടടുത്തുള്ള ഒരു ശാന്തമായ റോഡിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് റോഡിൻ്റെ വക്കിലൊരു സാധാരണ ബാഗ് കണ്ണിൽപ്പെടുന്നു. ആദ്യം തോന്നും ആരോ ഉപേക്ഷിച്ചതായിരിക്കും. പക്ഷേ അടുത്തേക്ക് ചെന്ന നിമിഷം ഒരു ഭയാനകമായ ദുർഗന്ധം നിങ്ങളെ തുളച്ചു കയറുന്നു. ബാഗ് തുറക്കുന്നു. നിങ്ങൾ കാണുന്നത് മനുഷ്യ ശരീരഭാഗങ്ങൾ കൃത്യമായി മുറിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലും ഭയങ്കരമായൊരു സത്യമുണ്ട്. ഇത് ആ സ്ഥലത്ത് കണ്ട ആദ്യ മൃതദേഹമല്ലായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൽഹിയിലെ ഏറ്റവും വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ സീരിയൽ കില്ലറിനെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ, പോലീസിനെ തന്നെ നേരിട്ട് വെല്ലുവിളിച്ച ഒരു മനുഷ്യനെക്കുറിച്ച്. പക്ഷേ ആ മനുഷ്യൻ ആരായിരുന്നു? അവൻ എന്തുകൊണ്ടിത് ചെയ്തു? അതറിയാൻ നമ്മൾ തിരിച്ച് 2006 പോകണം. ബിഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഒരു യുവാവ്. പുറമേ വളരെ സാധാരണമായി തോന്നുന്ന ആൾ. വലിയ വിദ്യാഭ്യാസമില്ല, വലിയ സ്വപ്നങ്ങളില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡൽഹിയിലേക്ക് വന്നു. ഹോട്ടലുകളിൽ ജോലി, വീട്ടുജോലികൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അവനെ അറിയുന്നവർ പറയും, അവൻ വളരെ ശാന്തൻ, അധികം സംസാരിക്കാത്തവൻ, ഒരു പ്രശ്നത്തിലും പെടാത്തവൻ, ആരും ഒരു സംശയവും തോന്നാത്തവൻ. പക്ഷേ ആ സാധാരണ മുഖത്തിനുള്ളിൽ ആരും കണ്ടില്ലാത്ത മറ്റൊരു മുഖം ഒളിഞ്ഞിരുന്നു. 2006 മുതൽ 2007 വരെ ഡൽഹിയിലെ ചില ഭാഗങ്ങളിൽ ആളുകൾ കാണാതാവാൻ തുടങ്ങി. സാധാരണ തൊഴിലാളികൾ, കുടുംബമില്ലാത്തവർ, ആരും തിരയാൻ വരാത്തവർ. അതുകൊണ്ടുതന്നെ ആ കാണാതാകലുകൾ ആദ്യം വലിയ വാർത്തയായില്ല. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജയിലിനടുത്തും ഒഴിഞ്ഞ പ്രദേശങ്ങളിലും മുറിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ഓരോ തവണയും ഒരേ രീതി. ശരീരം കൃത്യമായി മുറിച്ച്, തല വേറെ, ശരീരം വേറെ. പോലീസിന് മനസ്സിലായി, ഇത് സാധാരണ കൊലപാതകമല്ല. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, എല്ലാ മൃതദേഹങ്ങളും ജയിലിന് വളരെ അടുത്തായിരുന്നു. അതായത് കൊലയാളി പോലീസിനോട് തന്നെ വളരെ അടുത്തു നിന്നുകൊണ്ട് തന്റെ കുറ്റകൃത്യങ്ങൾ നടത്തുകയായിരുന്നു. ഈ സമയത്ത് ആ യുവാവ് തന്റെ ജീവിതം തുടരുകയായിരുന്നു. ജോലി ചെയ്യുന്നു, ആളുകളുമായി സംസാരിക്കുന്നു. ആരും ഒരു തരി സംശയവും തോന്നിയില്ല. പക്ഷേ അവൻ ഇരകളെ തിരഞ്ഞെടുത്തത് വളരെ കൃത്യമായിരുന്നു. ആരും തിരയാൻ വരാത്തവരെ, ദിവസവേതന തൊഴിലാളികളെ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ. അവരെ അടുത്തു വരുത്തും, വിശ്വാസം നേടും, ഭക്ഷണം കൊടുക്കും, താമസിക്കാൻ സ്ഥലം നൽകും. പിന്നെ ഒരു ദിവസം അവർ പൂർണ്ണമായും കാണാതാവും. ഇതുവരെ ഇതൊരു സീരിയൽ കില്ലറുടെ സാധാരണ കഥ പോലെ തോന്നാം. പക്ഷേ യഥാർത്ഥ ഭയം ഇപ്പോൾ മാത്രമേ തുടങ്ങുന്നുള്ളൂ. കാരണം അവൻ ഇരകളെ കൊന്ന ശേഷം ശരീരം കൃത്യമായി മുറിച്ച്, ബാഗുകളിൽ നിറച്ച് ജയിലിന്റെ വാതിലിന് തൊട്ടടുത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. അവനിത് ചെയ്തത് ശരീരം മറയ്ക്കാനല്ല. അവൻ ആഗ്രഹിച്ചത് അത് കണ്ടെത്തപ്പെടണമെന്നായിരുന്നു. പോലീസിനോട് നേരിട്ടൊരു സന്ദേശം: ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾക്കെന്നെ കണ്ടെത്താൻ കഴിയില്ല. പോലീസ് അന്വേഷണം ശക്തമാക്കി. പക്ഷേ തെളിവുകൾ വളരെ കുറവ്, സാക്ഷികളില്ല. അപ്പോൾ ഒരു ചെറിയ പിഴവ് എല്ലാം മാറ്റിമറിച്ചു. ഒരു മൃതദേഹം കണ്ടെത്തിയ ശേഷം സമീപ പ്രദേശങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അടുത്തിടെ ഒരു വ്യക്തി വളരെ സംശയാസ്പദമായി പെരുമാറുന്നത് കണ്ടു. അന്വേഷണം ക്രമേണ അവനിലേക്കെത്തി. അവനെ പിടികൂടിയപ്പോൾ ആദ്യം എല്ലാം നിഷേധിച്ചു. പക്ഷേ തെളിവുകൾ മുന്നിൽ വന്നപ്പോൾ അവൻ സത്യം സമ്മതിച്ചു. അപ്പോൾ മാത്രമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്, ആ യുവാവിന്റെ പേര് ചന്ദ്രകാന്ത് ഝാ. അവൻ പറഞ്ഞതിതായിരുന്നു: ഞാനിത് കോപം കൊണ്ടോ പണം കൊണ്ടോ അല്ല ചെയ്തത്. ഞാനിത് ഒരു കളിയായി മാത്രമേ കണ്ടിരുന്നുള്ളൂ, പോലീസിനെ വെല്ലുവിളിക്കാനുള്ള ഒരു ഗെയിം. അതുകൊണ്ടാണ് അവൻ മൃതദേഹങ്ങൾ ജയിലിനടുത്തു വെച്ചത്. കണ്ടെത്തപ്പെടണം, പോലീസ് അറിയണം, ഞാനിവിടെയുണ്ട് എന്ന് പറയണം. ഇത് ഒരു സാധാരണ കൊലയാളിയല്ലായിരുന്നു. തന്റെ കുറ്റകൃത്യങ്ങളിൽ അഭിമാനം കണ്ട ഒരു മനുഷ്യനായിരുന്നു. അവസാനം ചന്ദ്രകാന്ത് ഝാ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇന്നും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അവൻ പറഞ്ഞതുപോലെ ഇത് അവനൊരു കളിയായി മാത്രം കണ്ടിരുന്നെങ്കിൽ അവൻ ചെയ്തതെല്ലാം നമ്മൾ കണ്ടെത്തിയതെല്ലാമാണോ?
അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താത്ത എന്തെങ്കിലുമുണ്ടോ? കാരണം ഏറ്റവും ഭയങ്കരമായ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞതല്ല, നമ്മൾ അറിയാത്തതായിരിക്കാം.